നെതർലൻഡ്സ് ഇത്രയും വൃത്തിയായിരിക്കാനുള്ള കാരണക്കാരായ 2 വ്യക്തികളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നേട്ടാ. ലെറ്റ് മീ ഷോ യു ദോസ് ക്യാരക്ടേഴ്സ്. സത്യത്തിൽ ഇവർ ക്യാരക്ടേഴ്സ് എന്നല്ല, മനുഷ്യന്മാരെന്നല്ല, കുപ്പത്തൊട്ടികളാണ്. ഈ കുപ്പത്തൊട്ടികൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കുപ്പത്തൊട്ടി കൊണ്ട് ഈ നാടെങ്ങനെ വൃത്തിയായിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചെറിയ കുപ്പത്തൊട്ടികൾ പുറത്തേക്ക് കാണുമ്പോൾ അത് വളരെ ചെറുതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഇവിടെ നിങ്ങളൊരു ID കാർഡ്, നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു ID കാർഡ് തന്നിട്ടുണ്ട്. ആ ID കാർഡ് ഇവിടെ ടാപ്പ് ചെയ്താൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ഇപ്പോൾ എത്ര അധികം സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ സത്യത്തിൽ എന്താ പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സൈസ്. ഓക്കെ, ഇത് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 അടിയോളം താഴത്തോട്ട് ആഴമുള്ള കുഴിയാണ് ഇതിനടിയിൽ. കുഴി എന്ന് പറയുമ്പോൾ ആ കുഴിക്കകത്ത് ഈ അയൺ, ഈ കാണുന്നില്ല ഇരുമ്പിൻ്റെ ഈ ഒരു സൈസ് കാണുന്നില്ല, ഈ ഒരു ഷേപ്പിൽ ഇരുമ്പിൻ്റെ വലിയ ടാങ്ക് പോലെ താഴത്തോട്ട് പോയിരിക്കുകയാണ്. നല്ല നീളമുണ്ട് ഇതിന്. അപ്പോൾ അത് ആഴ്ചയിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇവിടെയുള്ള മറ്റേ ഈ വണ്ടികളില്ല, ഇത് കളക്ട് ചെയ്യുന്ന വണ്ടികൾ, അങ്ങനത്തെ ഒരാൾ വന്നിട്ട് ആ വണ്ടിയിൽ ഒരൊറ്റ ആളുള്ളൂ. നമ്മുടെ നാട്ടിൽ പോലെ കളക്ട് ചെയ്യാൻ ഒരാൾ, വണ്ടി ഓടിക്കാൻ ഒരാൾ, അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ ആളുള്ളേ. ആ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അയാളുടെ കയ്യിലൊരു റിമോട്ട് ഉണ്ട്, അത് ആ വണ്ടിയിൽ തന്നെ കണക്ട് ചെയ്താണ്. ആ റിമോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മേലെ കാണുന്നില്ലേ ഈ സാധനമല്ലേ, ഈ സാധനത്തിൽ ആ വണ്ടിയിൽ നിന്ന് ഒരു ക്രെയിൻ വന്ന് ഇത് കണക്ട് ചെയ്തിട്ട് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് അവർ പൊക്കും. ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ താഴത്തില്ലേ ഈ ടാങ്ക് താഴത്ത് ആക്ച്വലി അത് ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. എന്നിട്ട് ഈ സാധനം അങ്ങനെ പൊക്കി ലോറിക്കകത്ത് വെച്ചിട്ട് ആ ലോറിയിൽ എത്തുമ്പോൾ ഈ പുള്ളിക്കാരൻ റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ഭാഗം ഓപ്പൺ ആയിട്ട് ഈ സാധനം ഫുള്ളായിട്ട് അതിനകത്തുള്ള എല്ലാ വേസ്റ്റും ആ ലോറിക്കകത്തോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിഭാഗം ക്ലോസ് ആവും. ആ റിമോട്ട് ഉപയോഗിച്ചിട്ട് ആ പുള്ളിക്കാരൻ ഇതേ പൊസിഷനിൽ ഇത് കൊണ്ടുവന്ന് വെക്കും. മനസ്സിലായ? പുറത്തോട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ ഇത്രയും സിമ്പിളാണെങ്കിലും അതവർ ഭയങ്കര തോട്ട്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഇവിടെ നെതർലൻഡ്സിൽ എവിടെ പോയാലും ഞാൻ പറയല്ലോ, ഒരു 1/2 കിലോമീറ്ററിനകത്ത് ഒരു 4 എണ്ണെങ്കിലും കാണും. ഇതിനകത്തുള്ള വരുമാനം, ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ എന്ന്. ഈ ടാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് വേണം. ഈ കാർഡ് നിങ്ങൾക്ക് ആക്സസ് കിട്ടണമെങ്കിൽ മാസം 50 to 100 രൂപ. ഇവരുടെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപ നമ്മുടെ പൈസ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സത്യത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ, ഈവൻ ചെന്നൈയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നാട് ഇനിയും വൃത്തിയായിട്ട്, അതായത് അവിടെ നാട്ടിലെ ഗവൺമെൻറ്റിന് അതൊരു വലിയൊരു ബേർഡൻ അല്ലാണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ നോക്കുന്ന നാട് വൃത്തിയല്ലാത്തത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്താൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. ഇപ്പോൾ പിന്നെ കാണാം കേട്ടോ. ബൈ.